Hello, good morning. Good morning, Miss. Good morning. Yes, let's start. Hello, shall we start our classes? Okay, Miss. Yes. So once again, very good morning and welcome to your new classes. Otherwise, welcome to your new course. You are going to study a new course, isn't it? ശരിയാണോ? പുതിയ കോഴ്സ് നമ്മൾ പഠിക്കുകയാണ്. പുതിയ കോഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മള് എന്താ പറയാ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്താ പറയാ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തതും അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ ഒരു കോഴ്സ് അതിന്റെ സാധ്യതകൾ അല്ലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് എന്നത് ഉദ്ദേശിച്ചിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. എത്ര കുട്ടികൾ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നൗ ദി സ്ട്രെങ്ത് ഈസ് 32. ഓക്കെ, 32ല് 30 ഉള്ളൂ. 2 രണ്ടെണ്ണം ഞാനും ഒരെണ്ണം എന്റെ പ്രസന്റേഷനുമാണ്. അപ്പൊ ഇത്രയും കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം ഏതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കുട്ടികൾ കൂടുകയോ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുകയോ കുറയോ എന്തൊക്കെയാവും നമുക്കറിയില്ല. So first of all, I wish you all the best for your new course. നിങ്ങൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പുതിയ കോഴ്സ് എന്തായാലും നമ്മളൊരു പുതിയ കാൽവയ്പാണ് അല്ലെ, ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകാൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെ. ഒത്തിരി ഗ്യാപ്പുള്ള ഇത് ഒരുപാട് പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ മാരീഡ് ഒക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ചില ഡിഗ്രി കോഴ്സുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളോ ഒക്കെ പഠിച്ച് വെറുതെ നിൽക്കുന്ന അവരും എന്താ പറയാ ഇതിന്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ജോയിൻ ചെയ്തവരും ഉണ്ടായിരിക്കാം. ആൻഡ് ഒത്തിരി ഒരുപാട് പേര് ഓരോരുത്തരും അവരവരുടെ ഓരോ രീതിയിലാണ് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും എന്താണോ ആഗ്രഹിക്കുന്നത്, വാട്ട് യു വിഷ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡ്രീം കം ട്രൂ ആകാനായിട്ട് ആയിരിക്കാം എന്താണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്. സോ once again I wish you all the best. എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുകയാണ് ആദ്യമേ തന്നെ. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ? HR തന്നെ നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഓമന പേരിലൊക്കെ പറയും. ആൻഡ് ഇറ്റ് ഈസ് expanded as human resource management അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് രൂപം, അല്ലെങ്കിൽ HRM എന്നങ്ങനെ നമുക്ക് അബ്രീവിയേറ്റ് ചെയ്ത് പറയാം. whatever it may be, എന്താ പറയാ ഹ്യൂമൻ എന്ന് പറയുമ്പോ ആരാ? ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഓരോരുത്തരാണ്. ഹ്യൂമൻ ബീയിങ്, മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് ആയി മാറുമ്പോൾ എന്തായി മാറി എന്നറിയാമോ? ഇറ്റ്സ് എന്താ പറയാ ഡിഫറെന്റ് ഒരു കാര്യമായി മാറി, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് തിങ് ആയി മാറി. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഓൾ ദ ഇൻഡിവിജ്വൽസ്, ഹ്യൂമൻ ബീയിങ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമ്മൾ ഹ്യൂമൻ, മനുഷ്യൻ എന്ന പേരാണ് പറയാ അല്ലെ. അത് വെദർ ദേ ആർ എന്താ പറയാ ലേഡീസ്, അതായത് മെയിലോ ഫീമെയിലോ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല, ഡിഫറൻസിയേഷൻ ഇല്ലാതെ തന്നെ ഓൾ ടുഗദർ വി കോൾ all the individuals as human. നമ്മളെല്ലാവരെയും കൂടി ഒരുമിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് വേർഡ് ആണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. then it becomes human resource. അത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായി മാറിയപ്പോ
അതെന്താ? ഹ്യൂമൻ റിസോഴ്സ്, ഒരു വിഭവം. നമുക്കറിയാം, എന്താ പറയാ, nowadays we are living in a world of business oriented. നമ്മളൊരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ബിസിനസ് ഓറിയന്റഡ് വേൾഡ് ആണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ബിസിനസ് തന്നെ. അതെന്നെ കാര്യം. ഏത് ഭാഗത്തോട്ട് നോക്കിയാലും ബിസിനസ് തന്നെ. നമ്മളൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒടുത്തൊരുങ്ങി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ we can see lot of business organizations, അല്ലെ? നമുക്ക് ചുറ്റും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? തുണിക്കടകള്, എന്താ പറയാ, ചെരുപ്പ് കടകള്, അതുപോലെ തന്നെ ഫർണിച്ചർ മാർട്സുകള്, പിന്നെ എന്താ പറയാ, ഫിഷ് മാർട്ട്, അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾ ഷോപ്സ്, മോൾസ്, അല്ലെ? ഒത്തിരി മാളുകളുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഒത്തിരി എല്ലാവരും എത്ര ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എന്താ പറയാ, പണ്ട് ഒരു 10-25 കൊല്ലം മുൻപുണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു പ്രദേശം, നമ്മളുടെ സ്വന്തം, നമ്മുടെ ഒരു വില്ലേജ് ഓർ ടൗൺ എന്ത് തന്നെ ആയിക്കോട്ടെ, ചില വില്ലേജുകളൊക്കെ ഇന്ന് ഒരു ടൗൺ മോഡലായി, ഒരു സിറ്റി മോഡലായിട്ട് ചേഞ്ച് ചെയ്തു. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ന്യൂ ബിസിനസ്സസ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെ ഉടലെടുത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിമുളച്ച് വന്നപ്പോ അത്തരം പ്രദേശങ്ങളൊക്കെ ഗ്രാമീണ അന്തരീക്ഷം മാറി. Now it has changed into some type of towns or cities. ചില സിറ്റീസ് ടൗൺസ് ഒക്കെ ആയിട്ട് മാറി. അതെന്താ കാരണം? ഒത്തിരി ബിസിനസ് വന്നു. ഈ ബിസിനസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ കൂടുതലുള്ള അത്തരം പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് ഒന്ന് മാറി താമസിക്കാനൊക്കെ ഇച്ചിരി ആഗ്രഹപ്പെടുന്നു. എന്താ കാരണം? ഈ ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് നമുക്ക് അവിടെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. നമുക്കറിയാം അവിടുത്തെ എയർ, നമ്മൾ എൻവയോൺമെന്റ് വൈസ് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്, അല്ലെ? അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ മറ്റു പല നമ്മളുടെ വാൺസിന് വേണ്ടി, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ, ചില കാര്യങ്ങളിൽ, ചില ഓഫീസസ്, ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വി പ്രിഫർ ടു ലിവ് ഇൻ സച്ച് ടൗൺസ്. അത്തരം ടൗൺസിൽ താമസിക്കാനായിരിക്കും നമുക്ക് ഇഷ്ടാകുക, അല്ലെ? അപ്പൊ അങ്ങനെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെ വളർന്നു വന്നു. നമുക്ക് ചുറ്റും അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നത് പലതരത്തിലുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ തന്നെയല്ല, ഇന്ന് നമുക്ക് എന്താ പറയാ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഒരു ഏർണിങ്സ്, ഒരു സമ്പാദ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം എന്നുള്ളതും ഇന്ന് ബിസിനസ് ആയി മാറിക്കഴിഞ്ഞു. എന്തെങ്കിലും കാര്യത്തിൽ അപ്പൊ തന്നെ ബിസിനസ് കണ്ടെത്തുന്ന ആളുകളാണ് ഇന്ന്. എത്രയോ ആളുകൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയോ അങ്ങനെയൊക്കെ? ഓൺലൈൻ ബിസിനസ് അറിയുന്ന ആളുകളെ അറിയോ? ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ ഒരുപാട് എന്താ പറയാ ഓൺലൈൻ ഇതൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പർച്ചേസ് ചെയ്ത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയാ വീടുകളിൽ ഇരുന്നിട്ട്, ഹോമിൽ ഇരുന്നിട്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരം ബിസിനസ്സിന് ഒത്തിരി പ്രാധാന്യമുള്ള, ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാം, അല്ലെ? എന്തുകൊണ്ടാണ്? വൈ ഓൾ ദി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ സച്ച് ബിസിനസ്? എന്തുകൊണ്ടാ ഇന്ന് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേ were standing for providing service to the people. ആളുകൾക്ക് ക്ഷേമം, സേവനം കൊടുക്കുക, സേവനം ഓറിയന്റഡ്, അതായത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനങ്ങളായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. മറ്റ് ഓർഗനൈസേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തുണിക്കടക്കാര് ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? ആളുകളെ സേവിക്കാനാണോ? നമ്മളെ സേവിക്കാനാണോ തുണിക്കടക്കാർ ബിസിനസ് ചെയ്യുന്നത്? ആണോ? ഇന്ന് റിയാക്ട് ചെയ്യാൻ നിങ്ങൾ, ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുറച്ചേരം മുമ്പ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം, അന്നേരം നിങ്ങളെ കൊണ്ട് ഞാൻ മിണ്ടാതിരുത്തിക്കും. യു ക്യാൻ ആൻസർ. നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഉത്തരം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ഓക്കെ, നമ്മൾ അതെ, ബിസിനസ്സുകാര് ബിസിനസ് ചെയ്യുന്നത് നമ്മളെ നന്നാക്കാനൊന്നുമില്ല. Their main aim or the aim or goal of any business organization is to make maximum profit. Profit motive ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ്സുകാർ നിലകൊള്ളുന്നത്. അതായത് ലാഭം ഉണ്ടാക്കണം. അത് തന്നെ പണ്ട് കാലത്തൊക്കെ അതായിരുന്നു ഒരു എന്താ പറയാ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും അങ്ങനെയുള്ളതായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും ഒഴികെ
അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബിസിനസ്സുകാരും പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നവഡേയ്സ് ഓൾസോ ഇന്നും അതുപോലെ തന്നെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്താ പറയാ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ന് അതേ ഒരു എന്താ പറയാ മോട്ടീവിലേക്ക് ആരും മാറി, എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താ പറയാ ബാക്കി ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും നമുക്ക് അവരും അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒത്തിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചുറ്റും കാണാം അല്ലെ. ഓരോ പല നമ്മുടെ സ്കൂൾസ് മാറ്റി കഴിഞ്ഞാൽ മറ്റു കോളേജസ്, ഒത്തിരി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വി കൻ സീ അറൗണ്ട് us അല്ലെ. നമുക്ക് ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളെ കാണാം. സോ ഓൾ ദ ഓർഗനൈസേഷൻസ് എയിം ഈസ് ടു മേക്ക് എ പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ്, പരമാവധി ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ബിസിനസ് സ്ഥാപനങ്ങളിൽ അപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻസ് when we see some such examples of such business organization, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ബിസിനസ് സംരംഭങ്ങളെ ഓർഗനൈസേഷൻസിനെ പോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ബിക്കോസ് ദേ ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ഓർഡർ ടു മേക്ക് സം ഡെവലപ്മെന്റ്സ് ഇൻ ദയർ ഓർഗനൈസേഷൻ. തന്റെ സംരംഭത്തിൽ കൂടുതൽ വളർച്ച കൊണ്ടുവരണം അല്ലെ, വികസനം കൊണ്ടുവരണം, പുതിയ ഇന്നോവേഷൻസിലൂടെ പുതിയ മെഷീനറീസ് ഒക്കെ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഡെവലപ്മെന്റ് എല്ലാവരും ആഗ്രഹിക്കും. പണ്ട് ജീവിച്ചിരുന്ന സ്റ്റൈലിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? ഒരു 10-25 വർഷം മുമ്പ് ഉള്ളവരുണ്ടെങ്കിലും മതി, പറഞ്ഞാൽ മതി. ഒരു 25 വർഷമൊക്കെ മുമ്പ് നമ്മൾ ഏത് സ്റ്റൈലാണ് ജീവിച്ചിരുന്നത്? നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലില്, നമ്മുടെ എന്താ പറയാ ഫുഡ് ഹാബിറ്റ്സില്, അതുപോലെ നമ്മുടെ മറ്റു പല ലൈഫ് സ്റ്റൈലിലൊക്കെ ദർ ഈസ് മോർ ഡിഫറൻസ് അല്ലെ. ഒത്തിരി ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോറി, ഞാനിവിടെ നമ്മളുടെ ഇതൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കുകയാണെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഞാൻ പറയുന്നതിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് സം കമന്റ്സ്. അവിടെ ഒരു കമന്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. അതെന്താന്നോ, ഇങ്ങനെ ഓൾ മ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഇതിനകത്ത് ചില ഡിസ്റ്റർബൻസ് വരും. ഒത്തിരി പേരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്ന 47, അപ്പൊ ഇത്ര 47 കുട്ടികളുണ്ട്. കുറച്ച് കൂടുതൽ കുട്ടികൾ വരുമ്പോ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് അവരുടെ സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് പോകും. ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക്, ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്ത് തരും. അപ്പോ ഇത് എന്താ പറയാ, ഇതിന്റെ ലൈവ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് they can watch this recorded class. അവർക്ക് ഈ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അവർക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് അത് എന്താ പറയാ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലിയർ ഇറ്റ് ആഫ്റ്റർ ബിഫോർ ലീവിങ്. അതായത് നമ്മൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ്, ക്ലാസ് 1 മണിക്കൂറാണ്, അതിന് ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഐ വിൽ ഗിവ് യു 5 or 10 minutes so you can clear your doubts. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബിസിനസ്, നമ്മൾ ബിസിനസ്സിലേക്കാണ് വരുന്നത്. കാരണം ബിസിനസ്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഒത്തിരി നമുക്ക് ചുറ്റുമുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ ചുറ്റും ഒത്തിരി നിങ്ങൾ ഉടുപ്പ് മാറി ഇറങ്ങുമ്പോ, പുറത്തേക്ക് ഇറങ്ങുമ്പോ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ബിസിനസ്. ഒത്തിരി ബിസിനസ് ചെയ്യുന്ന എന്താ പറയാ, മീൻ കച്ചവടം നടത്തുന്നവരുണ്ട്, പച്ചക്കറി കച്ചവടം നടത്തുന്നവരുണ്ട്, ഗ്രോസറി ഷോപ്പ്, പലചരക്ക് കടക്കാരുണ്ട്. ഇവരെല്ലാവരും എന്താ പറയാ എവിടെന്നെങ്കിലൊക്കെ അവർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയാ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പോലെ ആയിക്കോട്ടെ കൊണ്ടുവന്നിട്ട് അത് കൺവേർട്ടഡ് ടു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി എന്താ പറയാ ബിസിനസ് ചെയ്യുന്നു, അത് വിൽക്കുന്നു അല്ലെ. അതിൽ നിന്ന് എന്താണ് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കും. നമ്മളത് ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം നടക്കും. അത് മാത്രമാണോ ലക്ഷ്യം? നോ, their aim is to make profit. അവരുടെ ലക്ഷ്യം എന്താണ്? ഇത് വിറ്റ്, അതായത് ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് നേരിട്ട് നമുക്ക് ചിലപ്പോ വാങ്ങിക്കാൻ പറ്റുന്ന വരില്ല. അപ്പൊ സോ ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻസ് they make their business for making some profit. അവരുടെ ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കച്ചവടങ്ങൾ നടത്തുന്നു. അപ്പൊ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ. സോ നിങ്ങളുടെ മനസ്സിലേക്ക് അത്തരം കുറെ ബിസിനസ് ഓർഗനൈസേഷൻ രൂപങ്ങളൊക്കെ മുന്നിൽ തെളിഞ്ഞോ? ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് മനസ്സിലോർക്കാൻ പറ്റിയോ? ഒത്തിരി ഇതിപ്പോ നിങ്ങൾ ഇവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ ചേർന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ദിസ് ഇസ് ആൻ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ. ഇതും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ ഓൺലൈൻ ആയിട്ട് പല കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രീവിയസ്ലി നമ്മൾ കണ്ടക്ട് ചെയ്തത് PSC കോഴ്സുകളൊക്കെയാണ്. ആൻഡ് വരും സമയങ്ങളിൽ നമ്മൾ വീണ്ടും ഡിഫറെന്റ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോ ഈ ഇത്തരം ഓർഗനൈസേഷൻസ്, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ മനസ്സിൽ ഓർക്കുക. മറ്റു ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, നമ്മൾ തുണിയൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ഓരോ ഫെസ്റ്റിവൽസോ എന്ത് വെറുതെ ഇരിക്കുമ്പോഴും, ഒരു കല്യാണം ഒരു ചെറിയൊരു പരിപാടി വന്നാലും ഇന്ന് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കും, അടുത്ത ഫംഗ്ഷനിൽ അത് നേരത്തെ ഇട്ടതല്ലേ, അതുകൊണ്ട് ഇത് പറ്റില്ല, പുതിയത് വേണം എന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്യും, നമ്മൾ അവിടെ ചെന്ന് നോക്കി, ഇതൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ. ആൻഡ് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് people working there. അത്തരം ബിസിനസ് ഓർഗനൈസേഷൻസിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഒന്ന് മനസ്സിലേക്ക് ഓർത്തെ, ഒരു ആശുപത്രി, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമുക്ക് നിങ്ങളുടെയൊക്കെ അടുത്തുള്ള നിങ്ങളുടെ ഒരു ഫേമസ് ഹോസ്പിറ്റൽസ് നിങ്ങളൊന്ന് ഓർക്കുക. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒന്ന് അസ്യൂം ചെയ്തോ. And you see whether they are, how many employees are working there, how many staffs are working there, എത്ര ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. Can you count them? നിങ്ങൾക്ക് അത് കൗണ്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു ചെറിയൊരു കടയിൽ, ഒരു ചെറിയൊരു ഗ്രോസറി പലചരക്ക് നടത്തുന്ന ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ എംപ്ലോയീസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ അടുത്തിരിക്കുന്ന ചിലപ്പോൾ 1, 2, 3 ബില്ലിംഗ് സെഷനിൽ ഇരിക്കുന്ന ആളുകളുടെ 3 ബില്ലിംഗ് സെഷൻ. പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് തരാനോ, ഇന്ന സാധനം എവിടെ ഇരിക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാനോ അല്ലെങ്കിൽ സമയമില്ലാത്തോ നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ കുറച്ച് സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-20 പേരൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ. അതേസമയം ഒരു ഹോസ്പിറ്റലിലാണെങ്കിലോ, ഒരു സച്ച് എ ബിസി ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും, ഇച്ചിരി ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലാണ് എന്ന് വിചാരിക്കാം. അവിടെ എത്ര സ്റ്റാഫുകൾ, എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൗണ്ട് ദം. നമുക്ക് അത്ര എളുപ്പമൊന്നും മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവുമല്ലോ അവിടെ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് അവർക്ക് അറിയണമല്ലോ. ബിക്കോസ് അവർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണ്ടേ അല്ലെ? ജോലി ചെയ്തതിന് കൂലി കൊടുക്കണോ, വേജസ് കൊടുക്കണോ, വേണ്ടേ? സേവനമാണോ അവർ ഉദ്ദേശിക്കുന്നത്? വേജസ് കൊടുക്കണം, സാലറി ടു ബി പ്രൊവൈഡഡ്, ശമ്പളം കൊടുക്കണം. ഏത് ലെവലിലുള്ള എംപ്ലോയീസ് ആണെങ്കിലും they have to be paid. അവർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കണം. So that the hospital or such big organizations have to know about their employees. അവിടുത്തെ എത്ര ജോലിക്കാരുണ്ടെന്നും അവർക്കൊക്കെ എത്രയാ സാലറിയും വേജസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നും മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ നോക്കും, നമ്മള് ചീട്ട് എഴുതാൻ പോയി, അവിടെ ചെന്നപ്പോ അവിടെ 1-2 പേര് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഡയറക്ട് ചെയ്തത് ഏതെങ്കിലും ഒരു നഴ്സ് വന്നിട്ടാ, ഇന്ന സ്ഥലത്താണ് കേട്ടോ നിങ്ങളുടെ ഡോക്ടറെ ഇരിക്കുന്നത്, സോ യു ഹാവ് ടു വെയിറ്റ് ഹിയർ. അവിടെ വെയിറ്റ് ചെയ്തോ, when it is your turn the doctor will call you അല്ലെ. നമ്മളുടെ ടേൺ ആകുമ്പോൾ, നമ്മുടെ പേര് വിളിക്കേണ്ട സമയം വരുമ്പോൾ ഡോക്ടറുടെ മുറിയിൽ തന്നെ അകത്തൊരു നഴ്സ് ഉണ്ടായിരിക്കും, വന്നിട്ട് ഇങ്ങനെ വിളിക്കും അല്ലെ. തലപ്പുറത്തിട്ടിട്ട് ഇന്ന ആളുണ്ടോ, ഓക്കെ, അപ്പൊ ആളെ വിളിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിച്ചകത്തോട്ട് കയറ്റി വിടും അല്ലെ. അപ്പൊ അവിടെ നോക്കുമ്പോ അവിടെ 2 സ്റ്റാഫിലേക്ക്, ലാബിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം there are different departments in a hospital. ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കാർഡിയോളജി, ഒഫ്താൽമോളജി, ഗൈനക്കോളജി അല്ലെ, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഓബ്സ്റ്റട്രിക്സ്, ഗൈനക്കോളജി, അങ്ങനെയൊക്കെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എല്ലായിടത്തും ഒരുപാട് നഴ്സസ് അവിടെ ഓരോന്നിനും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന്, ഡോക്ടേഴ്സിനെ ഫിസിഷ്യൻസിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള നഴ്സസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്താ പറയാ, ഈ അവിടുത്തെ അവരുപയോഗിക്കുന്ന അവരുടെ ഡ്രസ്, സ്യൂട്ട്സ് ഒക്കെ, അതായത് സർജറിയും ഓപ്പറേഷനും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. CSSD, അതായത് സെൻട്രൽ സ്റ്റെറിലൈസ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എക്യുപ്മെന്റുകളൊക്കെ, ഇപ്പൊ ഡോക്ടേഴ്സ് നമ്മളുടെ എന്താ പറയാ ഈ ഉപയോഗിക്കുന്ന സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്, അവിടെയും കുറെ ആൾക്കാരുണ്ടായി. ഫാർമസി, ആരോ പറഞ്ഞു ഫാർമസിയിലുണ്ട് ഒത്തിരി ആളുകൾ. അപ്പൊ അവിടെയൊക്കെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസാ ഉള്ളത് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ നമ്മൾ മനസ്സിൽ ആലോചിച്ചാൽ we can see there are a lot of employees or staff working അല്ലെ. ഒരു വർക്ക് ഫോഴ്സ്, ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഓർക്കാൻ സാധിക്കും അല്ലെ, അല്ലെങ്കിൽ കാണാൻ സാധിക്കും നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ചിന്തിച്ചോ അവിടെയൊക്കെ എത്ര ജോലിക്കാരാ എന്ന്. ഇവിടെ ദിസ് ഇസ് എൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ ഒത്തിരി ആളുകളുണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, ഒരു 10-13 പേരുണ്ട്. ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, ഒരു 5-8 പേരുണ്ട്. PROs, those who contact you, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് PROs നമുക്കുണ്ട്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ബിഗ് എന്താ പറയാ നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റാഫ്. ഇവിടെ അത്രയും ഒത്തിരി ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം വർക്ക് ഫോഴ്സ്, ഇത്തരം പീപ്പിൾ, ഈ പറയുന്ന ഹ്യൂമൻ ബീങ്സ് ഇൻ സം ഓർഗനൈസേഷൻ, ദേ ആർ നോട്ട് റെപ്രസെന്റഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. ഇവരെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു ടീം, ഒരു വർക്ക് ഫോഴ്സ്, അവർക്ക് എല്ലാവർക്കും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പദമാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ എന്തായി മാറി? സാധാരണ ഉണ്ടായിരുന്ന ഹ്യൂമൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറി.
എന്തുകൊണ്ട് നമ്മളെ റിസോഴ്സ് എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടായിരിക്കാം നമ്മളെ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് വി പ്രൊവൈഡ് സംതിങ് ടു ദാറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ ആ ഓർഗനൈസേഷന് വേണ്ടി എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അല്ലെ? നൗ ഐ എം പ്രൊവൈഡിങ് സം സർവീസ് ടു യു. നമ്മൾ ഈ ഓർഗനൈസേഷന് വേണ്ടി എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സേവനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ശരിയല്ലേ? ആണോ? ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കണം, ഇന്ന് എന്താ ക്ലാസ്സിൽ തന്നെ ടീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ എടുത്തു വെച്ചിട്ട് ഇതാ ടീച്ചർ തന്നേന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഇത് ഒരു തരം ഒരു സേവനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ സേവനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഇൻകമാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ അപ്പൊ നമ്മൾ ആരായി? നമ്മളുടെ ഒരു നോളജ്, സ്കിൽ, കേപ്പബിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ടു ദ പീപ്പിൾ. അതായത് ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സേവനം എന്റെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഓർഗനൈസേഷൻ. സോ അപ്പൊ ഞാൻ ആരായി മാറി? ഇവിടുത്തെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയി മാറി. മനസ്സിലായോ? അപ്പൊ ഓരോ ഓർഗനൈസേഷനിലും ദ വർക്ക് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹ്യൂമൻ റിസോഴ്സ്. അവിടെയുള്ള വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകൾ. ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ ദോസ് പീപ്പിൾ ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന എല്ലാവരെയും, എല്ലാ എംപ്ലോയീസിനെയും, ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെ എല്ലാവരും ഒരേ ജോലി അല്ലാട്ടോ ചെയ്യാം അല്ലെ? ഇവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, എല്ലാവരും ഒരു ജോലിയല്ല ചെയ്യുക. ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ടെക്നിക്കൽ സ്റ്റാഫ് നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് നാളെ രാവിലെ അത് അപ്ലോഡ് ചെയ്ത് തരുന്നു. നിങ്ങൾക്ക് വേണ്ട നോട്ട്സ്, അതുപോലെ തന്നെ സിലബസ്, മറ്റു കാര്യങ്ങൾ. നമുക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഓരോ ക്ലാസ്സിന്റെയും അവസാനം ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്ന് അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരാണ്, ടെക്നിക്കൽ സ്റ്റാഫാണ് അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ PROസിനെ ആയിരിക്കാം, റിഗാർഡിംഗ് ദ ക്ലാസ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് ആയിരിക്കാം. നമ്മൾ ഷെയർ ചെയ്യുന്നത് PROസ് ആണ്. അപ്പൊ ഇവർക്ക് ഓരോരുത്തരും ദേ ആർ ഡൂയിങ് ദെയർ ഓൺ ഡ്യൂട്ടി. ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷെ ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് നമുക്ക് പറയുന്ന പേരാണ് വർക്ക് ഫോഴ്സ് എന്ന്. ഓക്കെ, അപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ ആയാലും അവരെല്ലാവരെയും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. സോ നൗ വി ആർ ഗോയിങ് ടു learn a course which is the management of human resource. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നാണ്, ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിലേക്ക്, അവരെ മാനേജ് ചെയ്യേണ്ട കാര്യത്തിലേക്കാണ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യാൻ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാനുള്ള കോഴ്സാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്നാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ടോപ്പിക്കിലേക്കൊന്നും കടന്നിട്ടില്ല കേട്ടോ. Now I am going to bring to your topic. ഞാൻ നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്, അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ കോഴ്സ് എന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളിങ്ങനെ പഠിക്കുന്നത്, അത് എന്തിനാ പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പൊ ബിഫോർ സ്റ്റാർട്ടിങ് അവർ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം ഞാൻ. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതിനു മുമ്പ് കുറെ പേര് നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല, ഞാൻ എന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങി പറഞ്ഞുള്ളൂ കേട്ടാ. അപ്പൊ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ക്ലാസ് 10:30-ക്കാണ് അല്ലെ? 10:30-നാണ്. 10:30 നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ ഓൺലി 24 എന്ന് പറയുമ്പോ 22 രണ്ടെണ്ണം നമ്മുടെ പ്രസന്റേഷനും ഒന്ന് ഞാനുമാണ്. അപ്പൊ 22 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബി കെയർഫുൾ ടു ജോയിൻ അറ്റ് ദ റൈറ്റ് ടൈം. മനസ്സിലായോ? സമയത്തിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല എല്ലാവരും. അടുത്ത ദിവസം തുടങ്ങി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ആൻഡ് അപ് ടു ദ ലാസ്റ്റ് ഇംപ്രഷൻ വരെ ആവണം. ആദ്യത്തെ ഇംപ്രഷൻ ആവട്ടെ ആദ്യം. ഇന്നത്തെ എന്തായാലും കറക്റ്റ് സമയത്തിന് എന്താ പറയാ, 10:30 ക്ലാസ്, 10:28 കയറി ഞാൻ ഇരുന്നു. ടീച്ചർ പറഞ്ഞു അങ്ങനെയല്ല, തുടക്കമൊക്കെ അങ്ങനെ, അവസാനം ആകുമ്പോഴേക്കും അങ്ങനെയല്ല. ഫസ്റ്റ് വരെ ലാസ്റ്റ് വരെ നമ്മൾ എത്രത്തോളം ഇനീഷ്യേഷൻ എന്ത് കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ സ്വന്തം ഒരു ഇനീഷ്യേഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓർത്തിരിക്കണം അല്ലെ? അപ്പൊ അത് എന്റെ കാര്യമാണ്, ടു കംപ്ലീറ്റ് ദിസ് കോഴ്സ്.
ഫ്രം ദ ബിഗിനിങ് ക്ലാസ്, അതായത് ബിഗിനിങ്ങിലെ ക്ലാസ് തുടങ്ങി ലാസ്റ്റ് ക്ലാസ് വരെ ഐ ഷുഡ് ബി ദർ, ഞാൻ അവിടെ ഉണ്ടാകണം. അതല്ല എങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ദ നെക്സ്റ്റ് ഡേ ബിഫോർ ഗോയിങ് ടു വാച്ച് ദ ക്ലാസ്, ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അത് വാച്ച് ചെയ്തിട്ട് തന്നെ ക്ലാസ്സിൽ കയറാം. കാരണം ഒരു ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത അടുത്ത ദിവസം അതിൽ നിന്ന് മാറി അടുത്ത ഭാഗത്തേക്ക് കടത്തു പോയി ടീച്ചർമാർ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, റൈറ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. കാരണം എവറി ഡേ, അതായത് വീക്കിലി എല്ലാ ദിവസവും നിങ്ങൾക്ക് 1 hour മാത്രമേ ക്ലാസ് ഉള്ളൂ. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരല്ലേ? അല്ലെ സാർ? അങ്ങനെയല്ലേ പറഞ്ഞ? എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വരെ 1 hour ക്ലാസ്സേ ഉള്ളൂ. ആ 1 hour നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ആൻഡ് ക്ലാസ്സുകൾ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് 10 minutes ടീച്ചേഴ്സ് ഈ മ്യൂട്ട് ഒക്കെ മാറ്റിയിട്ട് ചോദിക്കും, എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകുക. അതർവൈസ് ടീച്ചേഴ്സിന് ബാക്കിയുള്ള സമയവും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തി അവർക്ക് ക്ലാസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഉണ്ടെങ്കിൽ പറയണം. അത് മറ്റുള്ളവർ പറയട്ടെ, ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെയാവും എന്നറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മൈ want is mine, അല്ലെ? എന്റെ ആവശ്യം എന്റെ തന്നെയാണ്. അപ്പൊ ഞാനാണ് പറയണ്ടേ. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയണം, അല്ലെ? അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ പറഞ്ഞോട്ടെ, ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇവിടെ എല്ലാവർക്കും നമ്മൾ ഇമ്പോർട്ടൻസ് ആണ്, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഓരോരുത്തർക്കും. നിങ്ങളെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് അവിടെ ഇരിക്കേണ്ടെന്ന് മനസ്സിൽ കാണുന്നുണ്ട് നമ്മള്. ഓക്കെ, സോ അത് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ രൂപമൊക്കെ നമുക്ക് കാണാനുള്ള അവസരമൊക്കെ കിട്ടും. ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ മ്യൂട്ട് ചെയ്തും അതുപോലെ ക്യാമറാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ ചില മുഖങ്ങൾ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് കുറെ നാളുകളായില്ലേ ഇങ്ങനെ കുറെ ഈ പഠിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ട്. സോ ബിഫോർ സ്റ്റാർട്ടിങ്, അപ്പൊ നിങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറയട്ടെ, എന്റെ പേര് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ? പേര് പറഞ്ഞോ? എന്ത് ടീച്ചറാണ് വന്ന് ഇതിന്റെ ക്ലാസ് തന്നെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഒറ്റപ്പെടുത്താനുള്ള എന്ന് വിചാരിച്ചോ? എന്റെ പേര് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മളുടെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോ ചിലവര് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തവര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും വീണ്ടും ഈ ഒരു കോഴ്സിന് വേണ്ടി എന്താ പറയാ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാ പറഞ്ഞേ. അറിയും. ജാസ്മിൻ, ഹലോ ജാസ്മിൻ. യെസ്, അപ്പൊ എന്താ എന്റെ പേര് നിഷ എന്നാണ് കേട്ടോ. യെസ്, നിഷ എന്നാണ് എന്റെ പേര്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത കുറച്ച് കുട്ടികൾ നമ്മളുടെ ഇവിടെ ഉണ്ട്. ഫാത്തിമ ഉണ്ട്, രേഷ്മ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവരൊക്കെ എന്നെ പരിചയമുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കും പരിചയപ്പെടണം. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കണം എന്റെ പേര്. എന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ, ഈ ബുക്കിലെ ടീച്ചേഴ്സ് എടുക്കുന്ന ടോപ്പിക് അല്ല, അത് അവരെന്നെ ക്ലിയർ ചെയ്ത് തന്നെ. അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ മേക്ക് ടു ദ എന്താ പറയാ യു ക്യാൻ മേക്ക് സം സജഷൻസ്. നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് സജസ്റ്റ് ചെയ്യാം. നിഷ മാമിനെ കാണണം, എന്തെങ്കിലും കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അത് ഓർത്തിരുന്നോ? എന്റെ പേര് മറക്കണ്ട, എന്റെ മുഖവും ഓർത്തിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വരുമ്പോ ഇത് എപ്പോഴാ എന്താന്നൊക്കെ ചോദിക്കരുത്, എന്താ ഇത് വരുന്നതെന്നൊക്കെ. ചില ആളുകൾ ഇപ്പൊ ചിലപ്പോ 1-2 ദിവസം ക്ലാസ്സിൽ കയറി പിന്നെ ചിലപ്പോ കയറില്ല, അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊന്നും വരരുത്. കുറച്ച് നാളത്തെ കോഴ്സ് അല്ലേ. അപ്പൊ നമ്മള് അത് എന്താ പറയാ പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്ത് അത് ഒഴിവാക്കാതെ അത് ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ എത്തി. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ദോസ് ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും കൂടി ഒരുമിച്ച് പറയുന്ന ആ വർക്ക് ഫോഴ്സിനെ മൊത്തത്തിലാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. ദോസ് ഹു ആർ ട്രൈങ് ടു get the best results for the organization. ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ, നല്ലൊരു റിസൾട്ട് നേടിക്കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആ ഒരു വർക്ക് ഫോഴ്സ് എല്ലാവരും കൂടിയാണ് പ്രയത്നിക്കുന്നത്. ആ മൊത്തം വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുക. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ സിലബസിൽ ഒരു 5 മോഡ്യൂൾസ് പോലെയാണ് കിടക്കുന്നത്. 5 മോഡ്യൂൾസ് എന്ന് പറയുമ്പോൾ 5 ചാപ്റ്റേഴ്സ് തന്നെ ഉള്ളൂ. അത് ഓരോ ചാപ്റ്റേഴ്സിലും കുറെ എന്താ പറയാ കുറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതായത് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനകത്ത് കോൺസെപ്റ്റ് ഓഫ് HR വരുന്നുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റ്. ഇപ്പൊ കുറച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികൾക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ ഒരു വലിയ ലെങ്തി ചാപ്റ്റർ was taken by me. ഞാൻ തന്നെ എടുത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ അതിനകത്ത് ജോബ് ഡിസൈന്. ഓക്കെ,
PDF കിട്ടും. ഇപ്പൊ കിട്ടാതെ അവിടെ അവര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. അത് കുറച്ച് കൂടുതലുണ്ടേ, നോട്ട്സ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എത്തുമ്പോഴേക്ക് ഇച്ചിരി വൈകോട്ടോ. അത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു വേറെ ക്ലാസ് നമ്മൾ തുടങ്ങിയപ്പോ. അപ്പൊ അങ്ങനെ ലോഡ് ചെയ്ത് വന്നപ്പോ അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ കയറിയപ്പോ കുട്ടികൾ പറഞ്ഞു ഇത് കിട്ടിയില്ല എന്ന്. നോട്ട്സ് അവിടെ വരും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ രണ്ടാമത്തേത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും നമ്മുടെ ചാപ്റ്ററിലേക്ക് കൂടുതലും കടക്കാത്തത്. പിന്നത്തെ ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എല്ലാവരും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ്, നമ്മളൊക്കെ ഇവിടുത്തെ എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പൊ ഞാനൊക്കെ ഹ്യൂമൻ റിസോഴ്സിനകത്ത് ഒരു അംഗമാണ്, ഒരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെ, ഒരു എംപ്ലോയി ആണ്. അപ്പൊ ഈ എംപ്ലോയീസിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് വിളിക്കുക. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അതിനകത്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്, സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഓറിയന്റേഷൻ, പ്ലേസ്മെന്റ്, ഇതൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ വരിക. തേർഡ് വൺ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ്, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ. ട്രെയിനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഡെവലപ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക, പെർഫോമൻസ് മാനേജ്മെന്റ്, അതൊക്കെയാണ് തേർഡ് ചാപ്റ്ററിൽ വരിക. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ടാലന്റ്, അതായത് ആളുകളുടെ ടാലന്റുകളൊക്കെ മനസ്സിലാക്കുന്ന അതിന്റെ മാനേജ്മെന്റും, അത് രണ്ട് കോൺസെപ്റ്റുകൾ, അത് കുറച്ച് വിശദീകരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ തരാം മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയിയും അതുപോലെ തന്നെ മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷന്, അതുപോലെ എംപ്ലോയീസിന് കിട്ടേണ്ട ബെനിഫിറ്റുകൾക്ക് അവരുടെ കോമ്പൻസേഷൻ, പിന്നെ അവരുടെ കളക്റ്റീവ് ബാർഗെയിനിങ്, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പരാതിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അതൊരു പരാതിയാണോ അല്ലേ എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായ രീതിക്ക് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യും. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഓർഗനൈസേഷൻസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓർഗനൈസേഷൻ നിൽക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചിന്തനോ അതങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്നൊക്കെ. പക്ഷെ അത് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ആളുകൾ ഇങ്ങനെ കളക്റ്റീവായിട്ട് ബാർഗൈനിങ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, അത് പിന്നെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. അതായത് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡിസിപ്ലിൻ, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് ുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 6 ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ 6 മൊഡ്യൂൾസും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മളുടെ ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ചില ചാപ്റ്റേഴ്സ് കുറച്ച് ഭയങ്കര ലെങ്തിയാണ്, കുറച്ചൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെറുതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ അതിലേക്ക് എത്താൻ, സയൻസ് വിഷയങ്ങളൊക്കെ എടുത്ത് പഠിച്ചില്ലേ, +2 സയൻസ്, അതുപോലെ BSc ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും എന്നുള്ളത് കൊണ്ട് ടീച്ചേഴ്സ് തുടക്കമൊക്കെ കുറച്ച് പതുക്കെ പോകുള്ളൂ. ബിക്കോസ് അവരെ കൂടി ആ ട്രാക്കിലേക്ക് എത്തിക്കണം. നമ്മൾ സയൻസിൽ നിന്ന് അവർ വിട്ടു പോകുന്നുണ്ടാവില്ല. അവരവിടെ ബയോളജിയിലും കെമിസ്ട്രിയിലും മാത്സിലൊക്കെ കിടക്കുകയായിരിക്കും. അവർക്ക് മറ്റേ ഇക്വേഷൻസും അല്ലെ, കെമിക്കൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത്, അതിന്റെ സോൾവ് ചെയ്യുന്നത്, അതുപോലെ മാത്സ്, അങ്ങനത്തെ കാര്യത്തിലായിരിക്കും അവരെ തല ഉടക്കിയിരിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് നമുക്ക് അവരെ ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മൾ ജീവിക്കുന്നത് ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ്. അപ്പൊ ബിസിനസിന്റെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് ബിസിനസ്സിലെ എംപ്ലോയീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ക്ലാസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ കൊമേഴ്സ് ഒക്കെ പഠിച്ച് ഇത്രയും എന്തിനായിരുന്നു ടീച്ചർ പറയണേ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അത് നമുക്ക് സഹിക്കാതെ പറ്റില്ല. ബിക്കോസ് അവരെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ലാഗ് ചെയ്ത്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രാക്കിലേക്ക് എത്തി നമ്മളെക്കാൾ സ്പീഡിൽ ഓടാൻ സാധ്യതയുണ്ട്. കൊമേഴ്സ് എടുത്ത കാണും എന്താ പറയാ മുന്നിലേക്ക് ഓടിപ്പോയി കളയും. കാരണം അവർ ഇച്ചിരി ബുജികളല്ലേ, അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. സയൻസുകാർ ഭയങ്കര ബുജികളാ, നമ്മൾ അത് എന്താ പറയാ മാർക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ. പക്ഷെ ഇന്ന് ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ട് കൊമേഴ്സ് എന്താ പറയാ ഫീൽഡിലേക്ക് വരാനായിട്ട്. ഇന്ന് ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പണ്ടൊരു അങ്ങനത്തെ ഒരു പറച്ചിലൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്താ പറയാ മാത്സും സയൻസും എടുത്തവർ മാത്രമേ ബുദ്ധിമതികളും ബുദ്ധിമാന്മാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊമേഴ്സ് എടുത്തവരൊക്കെ മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവർക്ക് അത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ. ഇന്ന് ഒത്തിരി ഫുൾ A+ കിട്ടിയ കുട്ടികളും എന്താ പറയാ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുന്നുണ്ട് ഒത്തിരി, നമുക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ. കാരണം ആളുകൾ ഇന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചാൽ എങ്ങനെയാണ് മാറ്റി ചിന്തിക്കണ്ടേ. അപ്പോഴല്ലേ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം. അപ്പോഴാണ് അതിനൊരു ശരി ഉണ്ടാവുക. ഒരാള് ചെയ്യുന്നു അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നു, സോ ദർ വിൽ ബി നോ ഡിഫറൻസ്. അവിടെ വ്യത്യാസം ഉണ്ടാവില്ല. ഐ ഹാവ് ടു തിങ്ക് ഇൻ മൈ ഓൺ ഐഡിയ. എന്റെ തന്നെ ചിന്തയിലെ ആശയങ്ങളിൽ ഞാൻ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുമ്പോഴാണ് അവിടെ ഒരു എന്താ പറയാ ഇന്നോവേഷൻ, നോവൽറ്റി ഉണ്ടാവുള്ളൂ, പുതുമ ഉണ്ടാവുള്ളൂ. അവർ ചെയ്യണല്ലേ അങ്ങനെ തന്നെ. അതുകൊണ്ട് ആളുകൾ ഇന്ന് ഭയങ്കര അങ്ങനെയുള്ള ആളുകളാണ് വൈറലാകുക. നിങ്ങളുടെ എന്താ പറയാ ചെറിയ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വൈറലാകുക എന്നൊക്കെ പറയും അല്ലെ. അതെങ്ങനെയാണ് ഡിഫറെന്റ്. ഇഫ് യു ആർ ഡൂയിങ് ഡിഫറെന്റ്, സംതിങ് ഡിഫറെന്റ്,
നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ചെയ്യുമ്പോഴാ അത് ആളുകൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും ചെയ്യുന്നത് തന്നെ ഫോളോ ചെയ്താൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റി ചിന്തിച്ച ആളുകൾ ഇന്ന് എന്താ പറയാ ഇത്തരം ഫീൽഡിലേക്ക് വരുന്നുണ്ട്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് പണ്ടൊക്കെ പറയും എന്താ പറയാ ഈ സയൻസ് പഠിച്ചാൽ നമുക്ക് വേഗം തന്നെ എന്താ പറയാ സയൻസ് ഫീൽഡ് ആണെങ്കിൽ എങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല, നമുക്ക് നഴ്സിംഗിന് പോകാം, അല്ലെങ്കിൽ എൻട്രൻസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സയൻസിലേക്ക് തന്നെയായിരുന്നു ഈ പാരന്റ്സും കുട്ടികളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ കുട്ടികൾക്ക് അവരുടേതായ കാലിബർ അനുസരിച്ച് ഓരോ കാര്യങ്ങളും പഠിക്കാനും പറ്റുള്ളൂ. എന്നിട്ട് ചിലതുങ്ങളൊക്കെ നിർബന്ധിച്ച് എന്ത് ചെയ്യും സയൻസ് എടുപ്പിക്കാം. അപ്പൊ നോക്കാം, പക്ഷെ അവരുടെ കമ്പയർ ടു 10th റിസൾട്ട് നമ്മുടെ +2 റിസൾട്ട് വരുമ്പോഴേക്കും അതുങ്ങളുടെയൊക്കെ പെർസെന്റേജ് ഒക്കെ ഭയങ്കരമായിട്ട് അടിയിൽ പോകും. അങ്ങനെയൊക്കെ വരും. അപ്പൊ ടു തിങ്ക്, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ അവരുടെ ഇഷ്ടം എന്തൊക്കെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് അവരുടെ ഇഷ്ടം നമ്മൾ ചോദിക്കേണ്ട, അവർക്ക് അറിയാം, ദേ ക്യാൻ ചൂസ്, അവരുടേതായ ഐഡിയയിൽ അവർ ചൂസ് ചെയ്ത് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. യെസ്, അപ്പൊ ബാക്ക് ടു അവർ സബ്ജക്ട്, നമ്മളുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ എന്താ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് നമുക്കറിയാം, ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ആർ ഡിഫറെന്റ് കമ്പോണൻസ്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് കമ്പോണന്റ്, കുറച്ച് ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഒരു ബിസിനസ് നടത്താൻ അത്യാവശ്യം വേണ്ട ചില ഘടകങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞാൽ എന്ത് പറയും? നമ്മൾ കൊമേഴ്സുകാർ എന്ത് പറയും? മാൻ, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മണി. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് ആണ്. 4 M's എന്ന് നമുക്ക് പറയാം. എമ്മുകൾ വെച്ചിട്ട് എല്ലാം വന്നേക്കണേ. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ആ മെന്നാണ് ഇവിടെ ആരായി മാറിയത്? ഹ്യൂമൻ റിസോഴ്സ് ആണോ? അല്ലേ? അങ്ങനെ ആയിരിക്കൂലേ? ഒരു ബിസിനസ് നടത്താൻ കാശ് വേണ്ടേ? കുറെ കാശ് കയ്യിലുണ്ടായാലും ബിസിനസിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പറ്റുള്ളൂ. ഇതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഇത്ര ഡീപ്പായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് സം മണി വിച്ച് ഇസ് കോൾഡ് ക്യാപിറ്റൽ. എനിക്ക് പൈസ വേണം, അതിനെ മൂലധനം എന്ന് വിളിക്കും. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടേ? ബിസിനസ് തുടങ്ങാൻ പൈസ വേണ്ട? ഏതെങ്കിലും തരം ബിസിനസ് തുടങ്ങാനായിട്ട് പൈസ വേണ്ട? അത് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു മൂലധനം, ഒരു ക്യാപിറ്റൽ ഇറ്റ്സ് വെരി വെരി നെസസറി. പണം വേണം എന്ന് വെച്ചാൽ നമുക്ക് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താനായിരിക്കാം. ചിലപ്പോൾ ലാൻഡ് ഉണ്ടാവില്ല, നമുക്ക് ഈ ബിസിനസ് എവിടെ നടത്തും? അതിനൊരു സ്ഥലം വേണ്ടേ, ഒരു ബിൽഡിംഗ് വേണ്ടേ, അതിന് കാശ് വേണ്ടേ? ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. അപ്പൊ ഒരു ക്യാപിറ്റൽ. പിന്നെ എന്താ പറയാ, മെറ്റീരിയൽസ്. ആ ബിസിനസ് ചെയ്യാൻ വേണ്ട ചില ആവശ്യം വേണ്ട ചില മെറ്റീരിയൽസ്. എന്ത് സാധനമാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, ആ ബിസിനസിന്റെ മെറ്റീരിയൽസ് വേണം. ഇപ്പൊ തുണിത്തരങ്ങളാണെങ്കിൽ കുറെ, ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ കുറെ തുണിത്തരങ്ങൾ വേണം, ഗ്രോസറി ഷോപ്പ് ആണെങ്കിൽ കുറെ പലചരക്ക് സാധനങ്ങൾ വേണം, അരിയോ പഞ്ചസാരയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അല്ലെ. അതുപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പ് ആണെങ്കിൽ വെജിറ്റബിൾസ് കുറയും. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അത് വിറ്റാലാണ് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുക അല്ലെ. പിന്നെ മെഷീൻസ്, സം മെഷീൻസ് ആർ ഓൾസോ നെസസറി. അത് കുറെ മെഷീനറീസ് വേണം. ഇപ്പൊ നമുക്ക് അവിടെ എന്താ പറയാ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ അവിടെ അതിന്റെ റേറ്റുകളൊക്കെ സേവ് ചെയ്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിന്റെയൊക്കെ റേറ്റ് ഇന്ന് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു സാധനം വെച്ചിട്ട് റീഡ് ചെയ്യും, എന്നിട്ടാണ് അതിന്റെ എമൗണ്ട് അവിടെ സ്ക്രീനിൽ തെളിവ് സെലക്ട് ചെയ്ത് ആ ഓരോ പൈസ ഇങ്ങനെ കാണിച്ചു വരിക അല്ലെ. ഇതെല്ലാം ഇന്ന് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ മെഷീനറി തന്നെയെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം അല്ലെ. ഇന്നത്തെ എന്താ ചൂട്, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെന്നാൽ അവിടേക്ക് AC, അതുപോലെ തന്നെ വില കൂടിയ മെഷീനറീസ് പലതും ഉണ്ട്, പല എക്യുപ്മെന്റുകളൊക്കെ പുതിയ അല്ലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മെഷീനറീസും ആവശ്യമുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് മെൻ. ഇതിനെല്ലാം പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആര് വേണം? മെൻ. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. ആ എന്ന് പറയുന്ന മെന്നിനെയാണ് നമ്മൾ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഈ പറയുന്ന കാശും ഉണ്ട്, മെറ്റീരിയൽസും ഉണ്ട്, മെഷീനറി ഉണ്ട്, എല്ലാം ഉണ്ട്. ആൾക്കാരൊന്നും വേണ്ട, ബിസിനസ് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ തന്നെ എന്റെ പൈസ മുടക്കി ഞാൻ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു, ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുറച്ച് എംപ്ലോയീസ് എന്തായാലും ആവശ്യമുണ്ട്. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. അപ്പോ ഈ 4 കമ്പോണൻസിൽ മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ, ഇതിൽ ഈ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ഈസ് ദ എസെൻഷ്യൽ ഓർ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത്? നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മെന്നിന് ഈ എല്ലാ കമ്പോണൻസും ഹ്യൂമൻ റിസോഴ്സ്, അതായത് ഈ എല്ലാ കമ്പോണൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. കാരണം മണി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. എന്തെങ്കിലുമൊക്കെ ഒരു സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്നാണെങ്കിലും ലോൺ കിട്ടും. വലിയ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? ബുദ്ധിമുട്ടുണ്ടോ ഇന്നത്തെ കാലത്ത്? കാരണം ബാങ്കുകാർ അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് കോൾ വരും, മാം നിങ്ങൾക്ക് ഇത്ര രൂപ പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ വരും.
നമ്മളുടെ ഫോണിലേക്ക് കോൾ വരും. കാരണം ഇന്ന് അവർക്കറിയാം ബാങ്കുകാർ അവരുടെ ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ, പലിശ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോണുകളൊക്കെ ഇന്ന് ആളുകൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അവർ ഇച്ചിരി എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ വ്യക്തികളുടെ എന്താ പറയുക സെക്യൂരിറ്റിയിലൊക്കെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കാശുണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം മെറ്റീരിയൽസ്, അപ്പൊ ഈ കാശുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോൺ എടുത്ത് കാശുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാം, നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള എന്താ പറയാ ലാൻഡോ അല്ലെങ്കിൽ എന്താ പറയുക ബിൽഡിങ്ങോ അതൊക്കെ സംഘടിപ്പിക്കാം, അതൊക്കെ പറ്റും. ഓക്കെ, മെഷീനറീസ് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അതുപോലെ തന്നെ അതൊക്കെ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേ സമയം ഹ്യൂമൻ റിസോഴ്സ്, ദാറ്റ് ഈസ് ദ മെൻ എന്ന് പറയുന്ന എംപ്ലോയീസിനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്താ കാരണം, ഇതൊരു ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ജോലിയില്ലാണ്ട് അവിടെയൊക്കെ ഇരിക്കണം. പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങളിൽ ദേ പ്രിഫർ സ്കിൽഡ് എംപ്ലോയീസ്, ട്രെയിൻഡ് എംപ്ലോയീസ്. അവർക്ക് ആവശ്യമുള്ളത് അറിയാം, നല്ല എഫിഷ്യന്റ് ആയ, നല്ല കാര്യക്ഷമതയുള്ള, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ എനർജറ്റിക്കും അതുപോലെ തന്നെ കഴിവുമുള്ള ആളുകളെ, സ്കിൽഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിക്കാരെയാണ് വേണ്ടത്. വേറെ എല്ലാവരും ഒന്നും വേണ്ട അവർക്ക്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംഘടിപ്പിക്കുക. അപ്പൊ അവരെ എന്താ പറയാ പുതിയ പുതിയ ജോലിക്കാരെ എടുക്കുക, റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ഇന്റർവ്യൂസ് നടത്തുക അല്ലെ. അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർ ബിസിനസ്സിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന മണി, മെറ്റീരിയൽ, മെഷീൻ എന്നിവയൊക്കെ എന്താ പറയാ നമ്മൾ മാനേജ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ മാനേജിങ് എന്തിനു വേണ്ടി വരും, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിലേക്ക് വേണ്ടി വരും. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ കമ്പോണന്റ് ആണ്. അതായത് മാത്രമല്ല ദിസ് മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ടാസ്ക്. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്കുമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും, നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ എന്താ പറയാ നമ്മളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ആള്, നമ്മൾ ഓരോരുത്തരും ഈ വ്യക്തികളെ അത് രൂപീകൃതമായിരിക്കുന്നത് വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഓൾസോ ഫ്രം ദ എന്താ പറയാ റിസൾട്ട് ഓഫ് ദ ഇന്ററാക്ഷൻ വിത്ത് അവർ എൻവയോൺമെന്റ്. നമ്മൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, നമ്മളൊന്നൊരു പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ഉൽപ്പന്നമാണെന്ന് വിചാരിക്കാം. ആ ഒരു ഉൽപ്പന്നം ഉണ്ടായിരുന്നത് എങ്ങനെയാ, ഫ്രം ദ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. എന്താ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പാരമ്പര്യം കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ. നമുക്ക് കിട്ടുന്ന നമ്മളുടെ പല കഴിവുകളും പല കാര്യങ്ങളും കുറച്ചൊക്കെ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നതാ അല്ലേ. അച്ഛന്റെ പാരമ്പര്യം എന്ന് പറയും, അമ്മയുടെ അങ്ങനെ പറയാറില്ലേ നിങ്ങളുടെ അവിടെ ഒന്നും? എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് നിങ്ങൾ നിർത്തിട്ടോ. നമ്മൾ ചാപ്റ്റർ എടുത്തിട്ടില്ല, ബിക്കോസ് നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ നോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. സോ ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, എത്തുന്നുമില്ല, ഇന്നിപ്പോ ചിലപ്പോൾ എത്താൻ സാധ്യതയില്ല. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അങ്ങനെയുള്ള കാര്യമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഏത് ചാപ്റ്റർ എടുക്കുന്നതെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് തുടങ്ങാത്തതും. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയുന്നത്, എന്താ പറയാ അപ്പൊ നമ്മളുടെ ഇൻഡിവിജ്വൽസ് അതല്ലെങ്കിൽ ഈ എംപ്ലോയീസ്, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ്, ഫാദറിന്റെ കയ്യിൽ നിന്നും, മദറിന്റെ അമ്മയുടെ അച്ഛന്റെ പാരമ്പര്യമൊക്കെയാണ് എന്നൊക്കെ പറയും അല്ലെ. ചില അസുഖങ്ങൾ പറയുമ്പോൾ അത് വേഗം എടുത്തു പറയും. ഇപ്പൊ ഷുഗർ അങ്ങനെയൊക്കെ പറയുമ്പോ അത് അച്ഛനുള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും വരും, അതുകൊണ്ട് ഞാൻ ഈ വലിയ കൺട്രോളൊന്നും വെച്ചിട്ട് കാര്യമില്ല, കാരണം അതെനിക്ക് വരാനുള്ളതാ, അവിടെ നിങ്ങൾ വരുന്നാണല്ലോ, അതുകൊണ്ട്. അപ്പൊ അതൊരു ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് അങ്ങനെ നേടുന്നത്. ഇനി കൂടാതെ മറ്റെന്ത് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? അതന്നെ ബോൾഡ്നെസ്, കഷ്ടിയൊക്കെ ചില അത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. നമ്മൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, നമ്മൾ ഈച്ച് ആൻഡ് എവറി വൺ, ഈച്ച് ഇൻഡിവിജ്വൽ ആർ ദ പ്രോഡക്റ്റ് ഓഫ് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഓൾസോ ദ ഇന്ററാക്ഷൻ ഫ്രം ദ എൻവയോൺമെന്റ്. നമുക്ക് കിട്ടുന്ന മറ്റ് ഭാഗ്യ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളുടെ ചുറ്റുപാടിൽ നിന്നാണ്, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്ന, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മനുഷ്യന്മാരിൽ നിന്ന്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെ, അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കുറെയൊക്കെ നമുക്ക് കിട്ടിയ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസും കുറെയൊക്കെ നമുക്ക് എൻവയോൺമെന്റിന്റെ ഇന്ററാക്ഷൻസിൽ നിന്ന്, മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മളെന്ന് പറയുന്ന ഇൻഡിവിജ്വൽ. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പാരമ്പര്യമായി കിട്ടും. പിന്നെ വളർന്ന് അച്ഛന്റെ അമ്മയുടെ ഒക്കെ അവരൊക്കെ പറയുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കുന്നു. പുറത്തിറങ്ങുമ്പോ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രായമാകുമ്പോ അവിടെ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് അല്ലെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും. ഇത് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ മനുഷ്യന്മാര് എല്ലാവരും എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് അങ്ങനെ തന്നെ, ആരും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ഇനി ഇങ്ങനെയുള്ള ഈ ഇൻഡിവിജ്വൽസ്, ദോസ് ഹു ആർ കമ്മിങ് ടു എ വർക്ക് പ്ലേസ്, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ പല സ്വഭാവക്കാര്, കാരണം എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പാരമ്പര്യമാണ് എനിക്കുള്ളത്, അപ്പൊ എന്റെ സ്വഭാവമായിരിക്കണമെന്നില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചർക്ക് ഉണ്ടാവുക, ആണോ?
അവിടെ നിർബന്ധമുണ്ടോ? സോ അവർ ക്യാരക്ടേഴ്സ് ആർ ഡിഫറെന്റ് അക്കോർഡിംഗ് ടു അവർ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ സ്വഭാവ രീതികളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ഞാൻ വേറെ, എന്റെ കൂടെ ഒത്തിരി ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതിയാണ്. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റൈലുണ്ട് അല്ലെ, അവരുടേതായ എന്ത് രീതി ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, ബിഹേവിയർ പാറ്റേൺ ആയിക്കോട്ടെ, എല്ലാത്തിലും വൈരുദ്ധ്യങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ആൻഡ് ദീസ് പീപ്പിൾ ആർ കമ്മിങ് ടു എ വർക്ക് പ്ലേസ് ഫോർ സം മോട്ടീവ്, ഫോർ സം സ്പെസിഫിക് മോട്ടീവ്. ഈ പറയുന്ന എല്ലാ ഇൻഡിവിജ്വൽസും ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് തന്നെ എന്തിനാ? പല ആളുകൾക്കും പല രീതിയിൽ ഓരോ മോട്ടീവ് ഉണ്ട്, ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. എന്റെ ലക്ഷ്യമാകണമെന്നില്ല വേറൊരാളുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ ആളുടെ ലക്ഷ്യമാണെന്നില്ല വേറൊരാളുടെ ലക്ഷ്യം. എന്താണ്? എല്ലാവർക്കും ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ജോലി കിട്ടണം എന്ന്, ഒരു സ്ഥാപനത്തിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു? എന്തിനാ നമ്മൾ ജോലിക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കുമ്പോൾ യു ക്യാൻ ഗോ ടു ഐദർ ടു എ ഹോസ്പിറ്റലിലൊക്കെ HR-നൊക്കെ ഭയങ്കര ചാൻസ് ഉള്ള കണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ. കാരണം കൂടുതൽ എംപ്ലോയീസ് ജോലി ചെയ്യുന്ന എല്ലായിടത്തും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും. വൈ? ഫോർ വാട്ട് റീസൺ? എന്തിനാ നിങ്ങൾ ജോലിക്ക് പോകുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്ന് പറയാമോ? ടൈപ്പ് ചെയ്ത് ഒന്ന് പറയാമോ? എന്ത് കാരണത്തിനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്? പലർക്കും പല കാര്യം. ഫോർ മണി. ഓക്കെ, ആക്സെപ്റ്റൻസ് ഇൻ സൊസൈറ്റി. റോഷ്നി, വെരി ഗുഡ്. അതെ, നമുക്ക് സമൂഹത്തിൽ ഒരു 2 കാരണങ്ങൾ ഒരാൾ പറഞ്ഞു. പൈസ കിട്ടാൻ വേണ്ടി, തീർച്ചയായിട്ടും അതൊരു കാരണമാണ്. ചില ആളുകൾക്ക് കാശിന് ഭയങ്കര ആവശ്യമുള്ളവരുണ്ടായിരിക്കും. അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മസ്റ്റ് ഹാവ് സം മണി. അവർക്ക് കാശ് വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞു. നമുക്ക് സമൂഹത്തിൽ ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടി, സമൂഹത്തിൽ ഒരു ജോലി, എവിടെ എന്താ ജോലി? അപ്പൊ ആളുകൾ ഇപ്പൊ നമ്മളോട് കാണുന്നു, സംസാരിക്കുന്നു, ആദ്യം തന്നെ പേര് ചോദിക്കുന്നു, വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു, മൂന്നാമത്തെ ചോദ്യം എന്താ ചെയ്യുന്നത്? ഇതന്നെ ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ആ സമൂഹത്തിൽ നമുക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടണം. നമുക്കൊരു ജോലി ഉണ്ട് എന്നുള്ള ഒരു സ്ഥാനം അല്ലെ. ഇന്നത്തെ കാലത്ത് ജോലി വേണം. എന്ത് ചെറിയ ഒരു സാലറി ആയിക്കോട്ടെ, വി ഷുഡ് ഹാവ് സം ജോബ്. നമുക്കൊരു പ്രൊഫഷണലി ഒരു ജോബ് വളരെ നിർബന്ധമാണ്. കാരണം അത് വെച്ചിട്ട് ഇത്രയും ലക്ഷം രൂപ ഒക്കെ സമ്പാദിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒരിച്ചിരി കാശിന് അതല്ല. നമ്മൾ എന്താണോ നമുക്ക് ഉള്ള ചില കഴിവുകൾ അത്തരം ഓർഗനൈസേഷൻസിലാണ് എന്താ പറയാ, നമ്മളിത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മുടെ കഴിവുകളെ നമുക്ക് പ്രകടമാക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് ഇത്തരം വർക്ക് പ്ലേസുകൾ. അപ്പൊ നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്. കുറെയൊക്കെ നമ്മളിങ്ങനെ അടച്ചുമൂടി വെച്ചിരിക്കുക അല്ലെ. നമുക്കതിന് എന്റെ അടുത്ത് അതിനുള്ള ചാൻസ് വരട്ടെ എന്നിട്ട് ഞാനത് നോക്കാം. അങ്ങനെയല്ല. എന്റെ കഴിവുകളെ എനിക്ക് പ്രകടമാക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തണം. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടും ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെന്തെങ്കിലും കാരണമുണ്ടോ? വേറെ എന്തെങ്കിലും കാരണങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടോ? സെൽഫ് റെസ്പെക്ട് വേണ്ടി. എന്നെ സ്വന്തം, ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, ഇത്രയും കഴിവൊക്കെ ഉണ്ട്, സോ എനിക്ക് എന്റെ ആ പഠിത്തത്തിന് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിന് വെറുതെ ഇങ്ങനെ മുലക്കെ കുത്തിരുന്ന കാര്യമില്ല അല്ലെ. അപ്പൊ എനിക്കൊരു ജോലി വേണം. അങ്ങനെ വേണ്ട. പിന്നെന്താ? ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി അല്ലെ. ഒരു ഫ്യൂച്ചറിന് വേണ്ടി എനിക്ക് എന്റെ ഫ്യൂച്ചർ ഒന്ന് സെറ്റ് ആക്കണം അല്ലെ, എന്റെ ഭാവി ഒന്ന് സെറ്റ് ആക്കണം. അതിനുവേണ്ടി ജോലിക്ക് പോകുന്നവരുണ്ട്. ചിലര് വെറുതെ ജോലിക്ക് പോയാൽ മതി, വലിയ കാശിനൊന്നും വലിയ ആവശ്യം ഉണ്ടായിട്ടല്ല, അങ്ങനെ ഒരു രീതി അല്ലെ. ഒരു ജോലി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. വെറുതെ ഇങ്ങനെ പോകാനും അടിച്ചു വിളിക്കാനും അല്ലെ, കിട്ടുന്ന വരുമാനം ഒക്കെ അടിച്ചു വിളിക്കാം. വലിയ സമ്പാദിക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും അങ്ങനെയും ഉണ്ട്. അപ്പൊ there are different motives for each and every individuals for going to a job. ഒരു ജോബിന് പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും പല ആവശ്യങ്ങളും മോട്ടീവ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അതന്നെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോകുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പോകുമ്പോ in that organization, the employees or each and every individual should be treated as human being. ഇങ്ങനെ ജോലിക്കായിട്ട് വരുന്ന ഓരോ ഹ്യൂമൻ ബീങ്ങിനെയും, ഓരോ എന്താ പറയാ ഇൻഡിവിജ്വൽസിനെയും അവിടെ എന്തായി കാണണം? ഹ്യൂമൻ ബീങ് ആയി കാണണം. മനുഷ്യനായി കാണണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യാ? ചില ആളുകൾ ഇങ്ങനെ പറയും അല്ലെ, പട്ടിയെ പോലെ പണിയെടുപ്പിക്കാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയൂ കേട്ടോ അങ്ങനെയൊക്കെ. പട്ടിയെ പോലെ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതന്നെ. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന കാരണം എന്തോ? ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദർ ജോബ് സിറ്റുവേഷൻ. അവരുടെ ജോബിൽ അവർക്ക് തൃപ്തിയില്ല. കാരണം എന്താ? പണിയെടുത്ത് മടുത്തുന്നാണ് ചില ആളുകൾ ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പട്ടിയെ പോലെ പണിയെടുക്കുന്നു എന്ന് പറയാൻ കാരണം ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയല്ല ജോലി ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു
കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുക. അപ്പൊ അവിടെ മനുഷ്യനെ മനുഷ്യനായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവർക്ക് ജോലി കൊടുത്തു, ശരി, അവന് ഞാൻ ജോലി കൊടുത്തില്ലേ, അത് തന്നെ വലിയ കാര്യം എന്നല്ല. അവന്റെ ആ ഒരു സേവനം, ആ എംപ്ലോയിയുടെ, ആ ഇൻഡിവിജ്വലിന്റെ സേവനം നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് മാക്സിമം, അല്ലെ? അപ്പൊ ആ യൂസ് ചെയ്യുന്ന സർവീസിന്, അവൻ തരുന്ന നോളജിന്, അവന്റെ കേപ്പബിലിറ്റീസിന്, അവന്റെ സ്കില്ലിന്, ഇതിന് വി ഷുഡ് പേ, കോമ്പൻസേറ്റ് റീസണബിളി. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് റീസണബിളി ആയിരിക്കണം. അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. വളരെ ശരിയായ രീതിയിലുള്ള ഒരു റീസണബിൾ വേജോ സാലറിയോ ആണ് കൊടുക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ അർഹിക്കുന്ന സാലറി അല്ലെങ്കിൽ വേജസ് എനിക്ക് കിട്ടണം. അല്ലാണ്ട് ജോലി കൂടുതൽ, വില എന്താ പറയാ, തുച്ഛം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ അങ്ങനെയാവരുത്, അതാവരുത്. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ ബീങ്ങിനെ ഹ്യൂമൻ ബീങ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം എല്ലാ ഓർഗനൈസേഷനിലും. അല്ലാതെ വേറെ രീതിയിൽ അതൊരു മെഷീനായിട്ട് പോലെ, മെഷീൻ പോലെ, ഒരു എക്യുപ്മെന്റ് പോലെ മനുഷ്യന്മാരെ ഇട്ടിട്ട് അവർ പണിയെടുക്കും. നമ്മൾ പറയില്ലേ ചില സമയത്ത്, ഇതെന്താ തിരുമ്പ പണി തന്നെ, ഞാൻ വലിയ മെഷീനൊന്നുമല്ല, ഇതെന്റെ കൈയും കാലും വെച്ചിട്ട് ചെയ്യേണ്ടതാ, അല്ലെ? അപ്പൊ അതിന് സമയമെടുക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ആ തന്നിരിക്കുന്ന സമയം പോരാ എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് ഓർഗനൈസേഷൻ ഷുഡ് മേക്ക് അവെയർ ഓഫ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും എന്താണ് പറയാ, അവരെ ഹ്യൂമൻ ബീങ്ങിനെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഇൻഡിവിജ്വൽസിനെ കാണുക മാത്രമല്ല, ദേ ഹാവ് ടു ഓൾസോ ഫുൾഫിൽ ദ എംപ്ലോയീസ് നീഡ്സ്. ഈ പറയുന്ന മാനേജ്മെന്റിലൂടെ, അതായത് എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ അവരെ എങ്ങനെയാണ് പുതിയ ഒരു ആളെ ജോലിക്ക് എടുക്കുന്നത്, അവരുടെ സെലക്ഷൻ, അവരുടെ ഇന്റർവ്യൂ, ഇതൊക്കെ ചെയ്യുന്നതിന് പുറമെ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റി കൊടുക്കുക. അതാണ് പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിയായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ മാത്രമാണ്. അതായത് എനിക്ക് ജോലി ഒന്നുണ്ട്, നിനക്ക് ജോലി ഒന്നില്ലേ, നീ ജോലി ചെയ്തോ, നിനക്ക് തരേണ്ട സാലറി എത്രയാണെന്ന് നമ്മൾ നിശ്ചയിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇവിടുത്തെ ഇങ്ങനെയൊക്കെ ചുറ്റുപാട്, ഇങ്ങനെയൊക്കെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരുത്താൻ നമുക്ക് പറ്റില്ല, നിന്റെ കാര്യങ്ങളൊക്കെ, നിന്റെ പേഴ്സണൽ കാര്യം അതൊന്നും പറ്റില്ല എന്നാണ്. പക്ഷെ അവശ്യം വേണ്ട ചില കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും മാനേജ്മെന്റ് ഹാസ് ടു കൺസിഡർ ഇറ്റ്, അല്ലെ? അത്തരം സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഹ്യൂമൻ റിസോഴ്സ് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. അതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എന്താ പറയാ ഇമ്പോർട്ടന്റ് ആൻഡ് ഓൾസോ ചാലഞ്ചിങ് ജോബ് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്. ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ അങ്ങനെ വരുമ്പോ അത്ര എന്താ പറയാ വലിയ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര എളുപ്പമല്ല. ഇറ്റ്സ് എ ചാലഞ്ചിങ് ജോബ് എന്ന് പറയുന്നത്. ചാലഞ്ചിങ് ജോബ് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോബാണെന്ന്. കാരണം മനുഷ്യന്മാരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. മനുഷ്യന്മാരുടെ നേച്ചർ ഇറ്റ്സ് നോട്ട് സെയിം ഫോർ എവറി വൺ. മനുഷ്യന്മാർക്ക് ഒരു നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവരുണ്ടെന്ന് പറഞ്ഞു, അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് മനുഷ്യന്മാരുടെ നേച്ചറിലുള്ള പ്രത്യേകത? എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്, ചാലഞ്ചിങ് ജോബ് ആണെന്ന് പറയാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ? ക്യാൻ യു സേ എനിബഡി? നമ്മുടെ ജാസ്മിൻ, റോഷ്നി, രേഷ്മ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയാമോ? എന്താണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ ഇത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിലും ചാലഞ്ചിങ് ജോബ് ആണെന്ന് പറയാൻ കാരണം? ബിക്കോസ് ഓഫ് ദെയർ ഡാഷ് നേച്ചർ. നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം. എന്ത് നേച്ചർ കൊണ്ടാ? വേഗം പറ. നമ്മുടെ ഇത് കളയരുത് കേട്ടോ. പഠിച്ചു എന്നുള്ളതിന് ഉള്ള ഒരു ഇതാണ്, തെളിവാണ്. നമ്മളുടെ എന്താ പറയാ, പറയില്ലേ, എന്താണ് പറയില്ല, അത് കളയല്ലേ, മാനം കളയല്ലേ എന്ന് പറയും. അത് തന്നെ പറയാമോ? ബിക്കോസ് ഓഫ് ദ കറക്റ്റ് ഒരു വേർഡ് ഉണ്ടായിരുന്നല്ലോ. ആർക്ക് പറയാം? കൃഷ്ണപ്രിയൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ് ഒരു വേർഡ് ഉണ്ടായിരുന്നു, പറയോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണ? ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഓൾസോ ചാലഞ്ചിങ് ടാസ്ക് ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്. ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ആണ്. കുറച്ച് നാളുകൾ മുന്നാണ് അവർ പഠിച്ചത്, കുഴപ്പമില്ല ഏട്ടാ. ഡൈനമിക് നേച്ചർ എന്താ? ഡൈനമിക് എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ചിങ് നേച്ചർ. മനുഷ്യന്മാരുടെ സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ രാവിലെ വന്ന സ്വഭാവമായിരിക്കണോ എന്ന് ഉച്ച കഴിയുമ്പോൾ ഉണ്ടാവുക, അല്ലെ?
മാറും, എപ്പോഴും അവർ മാറിക്കൊണ്ടിരിക്കുന്നതാണല്ല, പക്ഷെ മാറ്റമാണ് മനുഷ്യന്മാർക്ക്. കുറച്ച് എന്തെങ്കിലും സങ്കടകരമായ ഒരു കാര്യം കാണുമ്പോൾ, എന്താ പറയാ, ഒരു ദേഷ്യം പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ അതൊക്കെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യും അല്ലെ. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ പറയാ, അത് ആ സങ്കടത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനായിട്ട് വരേണ്ടി വരുമ്പോ ആ ജോലിയിൽ അത്ര അന്ന് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ആ ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ ജോലിയിൽ അങ്ങനെ അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണോ? നിങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെയാണോ? നിങ്ങളുടെ മൂഡ് സ്വിങ്സ് മാറുക എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എല്ലാ ദിവസവും ഒരുപോലെയാണോ? നമുക്ക് ഫീമെയിൽസിനോട് ചോദിക്കാം, ബിക്കോസ് അവരാണ് കുറച്ചുകൂടി കൂടുതൽ ഇത്തരം കാര്യങ്ങൾ, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ. കാരണം നമ്മുടെ വീട്ടിലെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവര്, ഹൗസ് വൈഫ്സ് അല്ലെ, വീട്ടമ്മമാര്. കാരണം അവർക്ക് കുട്ടികളെ മാനേജ് ചെയ്യണം, ഹസ്ബൻഡിനെ മാനേജ് ചെയ്യണം, വീട്ടില് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യണം. അപ്പൊ ഇവരെല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഇതെല്ലാം നമുക്ക് എന്താ പറയാ, ഓരോ ദിവസം മാത്രമല്ല, ഓരോ മിനിറ്റിലും നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അതെ, സത്യം തന്നെയാണ്. ഈ ഒരു മിനിറ്റ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇഫ് എനിത്തിങ് സച്ച് എന്താ പറയാ, എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ നമ്മളിലേക്ക് അടുത്ത നിമിഷം ചിലപ്പോൾ സംഭവിക്കാം, നമുക്കറിയില്ലല്ലോ അടുത്ത ഒരു സെക്കൻഡിൽ വാട്ട് വിൽ ഹാപ്പൻ. വി കനോട്ട് പ്രഡിക്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രഡിക്ഷൻ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ അക്കോർഡിംഗ് ടു ദിസ് ഡൈനാമിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്, ഇറ്റ് ഈസ് വെരി ചാലഞ്ചിങ് ജോബ് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ രീതികൾ സമയാസമയങ്ങളിൽ മാറി വരുന്ന, അതുപോലെ തന്നെ ഒരാളുടെ തന്നെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. അതോടൊപ്പം ഒരു ഓർഗനൈസേഷനിൽ എന്തോരം എംപ്ലോയീസാ, ഇവർക്ക് എല്ലാവർക്കിടെയും ഈ സ്വഭാവ രീതികൾക്ക് അനുസൃതമായിട്ട് ഇവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതൊരു എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും, അത് അങ്ങോട്ട് തള്ളിക്കളഞ്ഞേക്ക്, നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞാലോ ബിസിനസ് cannot succeed. തീർച്ചയായിട്ടും ഇഫ് ഹ്യൂമൻ റിസോഴ്സസ് ആർ നെഗ്ലക്റ്റഡ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നുവെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ cannot succeed. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല, ഡെവലപ്ഡ് ആയിട്ടില്ല, ഇംപ്രൂവ്ഡ് ആയിട്ടില്ല എന്നാണ് പറയാ അല്ലെ. അതായത് മനുഷ്യന്മാരെ അപ്പൊ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മെരുക്കി ഒരുക്കി അവരെ തൃപ്തിപ്പെടുത്തി മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ, ക്യാരി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു മാനേജ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്. അപ്പൊ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ ഓരോ മനുഷ്യന്മാരെയും, ഓരോ എംപ്ലോയീസിനെയും ഹ്യൂമൻ റിസോഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനകത്ത് മാനേജ്മെന്റിൽ അപ്പൊ ഇത്രയും എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സസിനെ തൃപ്തിപ്പെടുത്തി, എംപ്ലോയീസിനെ എല്ലാവരും തൃപ്തിപ്പെടുത്തി മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അവരുടെ റിക്രൂട്ട്മെന്റ്, ബിസിനസ് ഒരു പുതിയ ജോലിക്കാരെ എടുക്കുന്നത് മുതൽ അവര് ആ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ അവരെ നല്ല രീതിയിൽ ഒരുക്കി മെരുക്കി ട്രെയിൻ ചെയ്ത് ബിസിനസ്സിന് പരമാവധി ഉപയോഗിച്ച് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കാര്യം, അത്തരം മാനേജ്മെന്റ് ആണ് ഓൾ ടോട്ടൽ. ഇതെല്ലാം കൂടി ടുഗദർ നമുക്ക് എന്ത് പറയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു മാനേജ്മെന്റ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് നമ്മുടെ ജോലി എന്താ, ഇതുപോലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഏത് സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നോ അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യേണ്ടത് നമ്മളാണ്. ചെറിയ കടമയല്ല, കുറച്ച് വലിയ കടമ തന്നെയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോ നമ്മള് ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലിനകത്ത് ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്, അവരെ എല്ലാവരെയും മാനേജ് ചെയ്യണം, അവരെല്ലാം സംതൃപ്തമാക്കി തന്നെ കൊണ്ടുപോകണം. ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് എപ്പോഴും നന്നായിട്ട് സൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. സൗണ്ട് ആയിട്ട് വെച്ചുണ്ടാക്കിയിട്ടല്ല, ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഷുഡ് ബി മെയ്ഡ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അങ്ങനെയാണ് അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് നല്ല രീതിയിൽ എത്താം. ഓക്കെ, അപ്പൊ അത്രയും വലിയ ഒരു കടമയാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും 6 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ചാപ്റ്ററും ചെറുതല്ല, 6 ചാപ്റ്ററിലുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ 52 ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ എന്ന് മറ്റ് ഇവിടെയുള്ള കുട്ടികൾ ഇപ്പൊ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ എങ്കിലും കുറച്ച് കൂടുതൽ എന്താ പറയാ, നമ്മുടെ അതിനേക്കാൾ കുറച്ച് ഡ്യൂറേഷൻ കുറവാണ്. പക്ഷെ എങ്കിലും കമ്പയർഡ് ടു അതിനകത്തും ഓരോ ചാപ്റ്റേഴ്സിലും കുറെ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വാദോടാതെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട്
അത് പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ പോയിട്ട് അല്ല വീട്ടിലിരുന്നിട്ട് ആ എടുക്കുന്ന ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ടീച്ചേഴ്സ് മാർക്ക് ചെയ്യാനോ അടയാളപ്പെടുത്താനോ ഒക്കെ പറയുന്ന സെന്റൻസുകളോ പാരഗ്രാഫുകളോ പെട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തുക. എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോയാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ദിവസമായിരിക്കും എന്റെ ക്ലാസ് ഓരോന്നുള്ളൂ കേട്ടോ. ആഴ്ചയിൽ once a week ഉള്ളൂ. അപ്പൊ എന്റെ ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ കയറിയിട്ട് അവസാനത്തെ ചാപ്റ്റർ എടുക്കുന്ന എങ്ങനെയാ ഒരു മര്യാദ വേണ്ട ടീച്ചറെ എന്ന് നിങ്ങൾ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ എന്താണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ തന്നു മാത്രം. ആൻഡ് അവർ ചാപ്റ്റർ ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ്. ചാപ്റ്റർ 6 എന്താ പറയാ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. ഇതിന് മുമ്പിലുണ്ട് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മള് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്തായാലും ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് നമ്മളുടെ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എംപ്ലോയീസ് എല്ലാവരും കൂടി അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൂടി പരാതിപ്പെടുക. അതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചില എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ ടീച്ചേഴ്സിന് എന്തെങ്കിലും ചില കാര്യങ്ങളുണ്ട്, നമ്മളെല്ലാവരും കൂടി സംഘടിതമായിട്ട് അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ മാനേജ്മെന്റിലേക്ക് ഉന്നയിക്കുക. കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് ആണ്. അപ്പൊ എന്തെങ്കിലും പരാതികളൊക്കെ എല്ലാം കൂടി ആരെ അറിയിക്കാം, ടോപ്പ് മാനേജ്മെന്റിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഈ എംപ്ലോയീസിന്റെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് അറിയിക്കുക. അവിടെ നിന്ന് അവർ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് കാര്യങ്ങൾ അറിയിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത ദിവസം നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് സംബന്ധമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും എങ്ങനെയാണ് അത് അങ്ങനെ ഒരു മാനേജ്മെന്റിന്റെ ആവശ്യകത വന്നത് എന്നതും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് വേണോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്താ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തന്നോട്ടെ? എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തരും, അതല്ലാന്നുണ്ടെങ്കിൽ ചാപ്റ്റർ തുടങ്ങി തരും. എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്താ പറയാ നിങ്ങളിൽ നിന്ന് ആൻസർ കിട്ടുമെന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ട് വന്നോട്ടെ? പറയേ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 1 മണിക്കൂർ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ഞാൻ നിങ്ങളിൽ കൺവേ ചെയ്ത ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരും. ആൻഡ് യു ജസ്റ്റ് ട്രൈ ടു ആൻസർ ഇറ്റ്. അല്ലെ, നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ആൻഡ് വിൽ സീ യു. അടുത്ത ആഴ്ച ഇനി കാണുള്ളൂ, നാളെ വേറെ ടീച്ചർ ആയിരിക്കും. ഓക്കെ ആണോ എല്ലാവരും? എല്ലാവർക്കും ഹാപ്പി ആണോ? ക്ലാസ് കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ടോപ്പിക് അല്ല എടുത്തത്, എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇവിടെ ചിലപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ മെൻഷൻ ചെയ്യും, അവിടെയൊക്കെ പറയും. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഹോൾ ടോട്ടൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് ആർ യു ഹാപ്പി? മുഖമൊന്നും വിർപ്പിച്ചിരിക്കണല്ലോ എല്ലാവരും? സന്തോഷല്ലേ? ഇതുപോലെ ചിരിച്ചിരിക്കാൻ എല്ലാവരും കാണാൻ പറ്റുള്ളല്ലോ. Okay, yes, very good. So see you next day. Bye. Thank you.